പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത 8th ചാപ്റ്റർ സോളിഡ്സ് ആണ്, റിവിഷൻ പാർട്ടായിട്ട് വരുന്ന സോളിഡ്സ്. അപ്പോൾ സോളിഡ്സിൻ്റെ റിവിഷൻ എന്ന് പറയുന്നത് ഫോക്കസിൽ നമുക്ക് ഏറ്റവും കൂടുതലായി പഠിക്കാനുള്ളത് കോണിനെ കുറിച്ചിട്ടുള്ള കേസുകളാണ്. കോണ് പഠിക്കുന്നതിന് മുമ്പേ സെക്ടർ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ? സെക്ടർ ആൻഡ് കോൺ റിലേഷൻ എന്താണ്? x/360 is equal to r/l. Arc length of the sector become base perimeter of the cone. Radius of the sector become slant height of the cone. അങ്ങനെയാണ് പോകുന്നത്. ഇനി കോണിൻ്റെ കുറച്ച് കേസസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ എഴുതാം. What is the slant height of a cone? What is the slant height of a cone of base perimeter 12 pi centimeter? Base perimeter 12 pi centimeter and height 8 centimeter and height 8 centimeter. അപ്പോൾ ഇവിടെ നോക്കുക, ബേസ് പെരിമീറ്റർ 12 പൈ ആണ്, ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 8 സെൻറ്റിമീറ്റർ. h is equal to 8 സെൻറ്റിമീറ്റർ. ഇപ്പോൾ കോണിൻ്റെ ബേസ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, സർക്കിൾ പെരിമീറ്റർ ആണ്. 2πr equal to എത്ര? 12 പൈ. 2πr equal to 12 പൈ. അപ്പോൾ നമുക്ക് പൈ കട്ട് ചെയ്തു. 2r equal to 12, റേഡിയസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. റേഡിയസ് എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? സ്ലാൻഡ് ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലാൻഡ് ഹൈറ്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ LRH എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്, LRH. അപ്പോൾ സ്ലാൻഡ് ഹൈറ്റ് L is equal to √r² + h². L is equal to √r² + h². r നമ്മളിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. 6² + 8², 36 + 64, √100 equal to 10. √100 equal to 10 എന്ന് കിട്ടി. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ്. അത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ രക്ഷയുള്ളൂ കേട്ടോ. അപ്പോൾ കോണിൻ്റെ റിലേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന കേസ്. അടുത്തത്, വാട്ട് ഈസ് ദി സർഫസ് ഏരിയ ഓഫ് ലാർജസ്റ്റ് സ്ഫിയർ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ? ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് സൈഡ് 7 സെൻറ്റിമീറ്റർ. അതായത് ഒരു ക്യൂബിൽ നിന്ന് തുരന്നെടുക്കാവുന്ന കാർവ്ഡ് ഔട്ട് ചെയ്യാവുന്ന ലാർജസ്റ്റ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ലാർജസ്റ്റ് സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൈഡ് ഓഫ് ദി ക്യൂബ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ എന്നാണ് വരിക. സൈഡ് ഓഫ് ദി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദി സ്ഫിയർ. ഇപ്പോൾ സൈഡ് എത്രയാണ്? 10. അപ്പോൾ റേഡിയസ് എത്രയാണ് വരിക? 5. സൈഡ് 10 ആണ് വരുന്നത്. അപ്പോൾ റേഡിയസ് ഓഫ് ദി സ്ഫിയർ 5 എന്ന് വന്നു അല്ലേ. ദെൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4πr². ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ എന്താണ്? 4πr². 4π × 5², ദെൻ 5² 25 × 4, 100 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വന്നു. സർഫസ് ഏരിയ എത്ര കിട്ടി? 100 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി അവിടെ വേണേൽ പൈ കൊടുക്കുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. 100 × 3.14 കൊടുത്താൽ 314 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊക്കെ കിട്ടും. അടുത്തത് വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. What is the ratio of the base radius and slant height of a cone made by rolling up a semicircle? ഒരു സെമിസർക്കിളിനെ റോൾ ചെയ്തിട്ട് ഒരു കോൺ ഫോം ചെയ്താൽ റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയസും സ്ലാൻഡ് ഹൈറ്റും തമ്മിലുള്ള.
അപ്പോൾ കോണിൻ്റെ സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. റിലേഷൻ ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x/360 is equal to r/l. x/360 is equal to r/l. 180/360 is equal to r/l. കട്ട് ചെയ്ത് 1/2 is equal to r/l. That is 1:2 ആണ്. റേഷ്യോ ബിറ്റ്വീൻ റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് എത്ര? 1:2 എന്ന് കിട്ടി. 1:2. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെമി സർക്കിൾ 180 ഡിഗ്രിയാണ്. 180 ഡിഗ്രി റിലേഷൻ ആക്കി എഴുതുമ്പോഴാണ് x/360 is equal to r/l. എക്സ് സെൻട്രൽ ആംഗിളാണ്, 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A metal piece in the form of a cone, a metal piece in the form of a cone, base radius 3 cm, base radius 3 cm, is melted and recast into a sphere, melted and recast into a sphere of radius 4 cm. Find the height of the cone, find the height of the cone. അപ്പോൾ നമുക്കറിയാം കോണിൻ്റെ വോളിയം 1/3 πr² h ഈക്വൽ ടു 4/3 πr³. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിങ്ങിൽ എന്താ സംഭവിക്കുക? വോളിയത്തിൽ ചേഞ്ച് വരില്ല, ഷേപ്പ് മാത്രമാണ് ചേഞ്ച് ആവുന്നത്. ഒരു കോണിക്കൽ സാധനം കൊടുത്തിട്ട് ഒരു സ്ഫിയർ ആക്കുക, ഒരു സ്ഫിയർ കൊടുത്ത് കോണാക്കുക, അങ്ങനെയുള്ള ഒരു കൺവേർഷനാണ് അവിടെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇവിടെ റേഡിയസ് ഓഫ് ദി കോണ് ഓൾറെഡി അവർ പറഞ്ഞത് എത്രയാണ്? 3 cm ആണ്. സ്ഫിയർ ഉണ്ടാക്കേണ്ടത് എത്രയാണ്? 4 ആണ്. ഹൈറ്റ് ഓഫ് കോണാണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈറ്റ് ഓഫ് കോണാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ 1/3 π3² ഇൻറ്റു h ഈക്വൽ ടു 4/3 π4³ അല്ലേ. റേഡിയസ് ഓഫ് ദി സ്ഫിയർ എത്രയാണ്? 4³ ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? റേഡിയസ് 3 മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു സ്ഫിയർ ഉണ്ടാക്കണം. കോണിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ദെൻ പൈ കട്ട് 3² ഒരു 3യും ഒരു 3യും കട്ട് 3h ഈക്വൽ ടു 4 ഇൻറ്റു 64/3 എന്ന് വരും അല്ലേ. 64/3. ദെൻ 3h ഈക്വൽ ടു 256/3. h is equal to 256/3 ഇൻറ്റു 1/3. 256/9 എന്ന് വരും. 256/9 എന്ന് പറഞ്ഞാൽ ഡെസിമൽ ആക്കേണ്ടവർക്ക് ഡെസിമൽ ആക്കാം. 256 ഡിവൈഡഡ് 9, 2 9s are 18, ബാലൻസ് 7 6, 8 9s are 72, 4 is 0.436, 28.4 സംതിങ് ആണ് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, വോളിയം ഓഫ് കോൺ ഈക്വൽ ടു വോളിയം ഓഫ് സ്ഫിയർ. ഒരു ഷേപ്പ് മെൽറ്റ് ചെയ്ത് വേറൊരു ഷേപ്പാക്കി മാറ്റുകയാണ്. അപ്പോൾ അതിലൊരു മിസ്സിങ് വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. കോണിൻ്റെ ഹൈറ്റ് കാണണം. റേഡിയസ് ഓഫ് സ്ഫിയർ ഉണ്ടാക്കേണ്ട റേഡിയസ് തന്നിട്ടുണ്ട്, കോണിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട്. വോളിയംസ് ഈക്വൽ ആയിരിക്കും. മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് നടത്തുമ്പോൾ വോളിയംസ് ഈക്വൽ ആയിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ തന്നിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ കോണിക്കൽ ആണ് കൂടുതലായിട്ട് പ്രാക്ടീസ് ആവേണ്ടത്. എല്ലാം വരും, അതിൻ്റെ അടുത്ത് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദി വോളിയം ഓഫ് എ കോൺ, ഫൈൻഡ് ദി വോളിയം ഓഫ് എ കോൺ having base radius 7 cm and slant height 25 cm and slant height 25 cm. റേഡിയസ് 7 cm ആണ്, സ്ലാൻഡ് ഹൈറ്റ് 25 cm ആണ്. L വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് കണ്ടുപിടിക്കണം ആദ്യം അല്ലേ. എച്ച് കാണാനുള്ള ഫോർമുല എന്താ? LRH റിലേഷൻ യൂസ് ചെയ്ത് എച്ച് കാണണം. L² മൈനസ് R², 25² മൈനസ് 7², 625 മൈനസ് 49, 576. H is equal to 24. H is equal to 24. ഇനി വോളിയം ഓഫ് ദി കോൺ 1/3 πr² h.
1/3 പൈ ഇൻറ്റു 7 ഇൻറ്റു 7 ഇൻറ്റു 24. 3യും 24ഉം കട്ട് ചെയ്തു 8 പൈ ഇൻറ്റു 49 ഇൻറ്റു 8 392 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. എത്ര കിട്ടുന്നത്? 392 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ ക്യൂബ്. ഇനി അവിടെ പൈക്ക് വേണമെങ്കിൽ 22/7 കൊടുക്കുക. ഡെസിമൽ വാല്യൂ ഉണ്ട്, ഫ്രാക്ഷൻ വാല്യൂ ഉണ്ട്. ഡെസിമൽ വാല്യൂ 3.14, ഫ്രാക്ഷൻ വാല്യൂ ആണ് 22/7. ഇനി ഇവിടെ 7 കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ 5, 35 ബാലൻസ് ഫോർ 6, 56 ഇൻറ്റു 22 പ്രൊഡക്റ്റ് ചെയ്യാം. 1232 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആരെ കണ്ടുപിടിച്ചു മക്കളെ? എച്ച് കിട്ടണം. വോളിയത്തിന് എച്ച് മസ്റ്റാണ്. എച്ച് √L² - R². എച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. പൈക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കുക? ഡെസിമൽ കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക? ഫ്രാക്ഷൻ വാല്യൂ കൊടുക്കുക. അടുത്തത് എഴുതി വെക്കുക. A circle is cut into 12 sectors. A circle is cut into 12 sectors. From these one sector is taken. From these one sector is taken and rolled up to form a cone. അതിലൊരു സെക്ടർ എടുത്തിട്ട് കോൺ ഉണ്ടാക്കി. What is the ratio of the base radius and slant height of the cone? അപ്പോൾ ഒരു സർക്കിളിനെ 12 പാർട്ടാക്കി ഡിവൈഡ് ചെയ്തു. ആ 12 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. അതിന് ഒരു സെക്ടറിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണം. എത്ര വരിക? ടോട്ടൽ ആംഗിൾ സർക്കിൾ എത്രയാണ്? 360 ഡിവൈഡഡ് ബൈ 12 ചെയ്താൽ ഈച്ച് ആംഗിൾ ഓഫ് സെക്ടർ 30 ഡിഗ്രിയാണ്. ഈച്ച് ആംഗിൾ ഓഫ് സെക്ടർ എത്ര? 30 ഡിഗ്രി. ഇവിടെ എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. റേഡിയസ് ആൻഡ് സ്ലാൻഡ് ഹൈറ്റ് തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഈച്ച് ആംഗിൾ ഓഫ് സെക്ടർ 30 ഡിഗ്രി. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സെക്ടർ ആൻഡ് കോൺ? x/360 is equal to r/l. x/360 is equal to r/l. x/360 is equal to r/l. 30/360 is equal to r/l. കട്ട് ചെയ്തു. 1/12 ആണ് r/l. ദാറ്റ് ഈസ് 1:12. റേഷ്യോ എത്ര കിട്ടി? 1:12. 1:12. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അത് മാത്രമേ ഇതിനുള്ളൂ. വർക്കൗട്ട് ചെയ്തത് നമ്മൾ അറിയണം, കാണണം, ചെയ്ത് പറഞ്ഞു തരണം. അല്ലാണ്ട് വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. അടുത്തത്, എ സെക്ടർ ഈസ് റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. ഇഫ് ദി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ ഈസ് 2 times the radius. Slant height of the cone is 2 times the radius. What is the central angle of the sector? What is the central angle of the sector? A sector is rolled up to make a cone. If the slant height of the cone is 2 times its radius. അപ്പോൾ നമുക്ക് റിലേഷൻ എഴുതി വെക്കാം. സെക്ടർ ആൻഡ് കോണിൻ്റെ റിലേഷൻ x/360 is equal to r/l. സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2r ആണ്. റേഡിയസിൻ്റെ 2 times ആണ്. x/360 is equal to r/2r. r കട്ട് ചെയ്തു. x/360 is equal to 1/2. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 2x equal to 360. x equal to 360 divided by 2. That's equal to 180 degree. That's equal to 180 degree. നേരത്തെ ചെയ്തിട്ടുണ്ട് നമ്മൾ. സെമി സർക്കിളിനെ കട്ട് ചെയ്ത് അല്ലേ, സെക്ടറാക്കി സെമി സർക്കിളിനെ റോൾ ചെയ്ത് കോണാക്കുമ്പോൾ 1:2 ആണ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത്
ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്തത് എഴുതുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതാം. എ സോളിഡ് മെറ്റൽ സിലിണ്ടർ ഈസ് ഓഫ് ബേസ് റേഡിയസ് 12 cm ആൻഡ് ഹൈറ്റ് 20 cm ബൈ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ്. മെൽറ്റ് ചെയ്ത് വേറെ ഉണ്ടാക്കുക, റീകാസ്റ്റിംഗ്. ഹൗ മെനി കോൺസ് ഓഫ് ബേസ് റേഡിയസ് 4 cm ആൻഡ് ഹൈറ്റ് 5 cm ക്യാൻ ബി മെയ്ഡ്. അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ റേഡിയസ്, അപ്പോൾ ഒരു സിലിണ്ടറിനെ മെൽറ്റ് ചെയ്തിട്ട് കോണ് ഫോം ചെയ്യലാണ് പരിപാടി. സിലിണ്ടറിനെ മെൽറ്റ് ചെയ്തിട്ട് കോണാക്കി മാറ്റണം. സിലിണ്ടറിൻ്റെ റേഡിയസ് എത്രയാണ് തന്നിരിക്കുന്നത് മക്കളെ? 12 ഹൈറ്റ് 20 ആണ്. റേഡിയസ് ഓഫ് സിലിണ്ടർ 12, ഹൈറ്റ് 20 ആണ്. ഇനി എന്താ പറയുന്നത്? കോണിൻ്റെ റേഡിയസ് 4 ഹൈറ്റ് 5. കോണിൻ്റെ റേഡിയസ് 4, ഹൈറ്റ് 5 ആണ് തന്നിരിക്കുന്നത്, ഹൈറ്റ് 5. ഇനി നമുക്കെന്താ കാണാം? വോളിയം ഓഫ് സിലിണ്ടർ πr²h, വോളിയം ഓഫ് സിലിണ്ടർ ഈക്വൽ ടു വോളിയം ഓഫ് കോണ്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. നമ്പർ ഓഫ് കോൺസ് എത്ര ഉണ്ടാക്കണം എന്നല്ല കണ്ടുപിടിച്ചത്. അപ്പോൾ ആദ്യം വോളിയം ഓഫ് കോണ് കാണുക, എന്നിട്ട് വോളിയം ഓഫ് സിലിണ്ടർ കാണുക, എന്നിട്ട് വോളിയം ഓഫ് കോണ് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. വോളിയം ഓഫ് സിലിണ്ടർ πr²h, π ഇൻറ്റു 12² ഇൻറ്റു 20, π ഇൻറ്റു 144 ഇൻറ്റു 20, 2880 π cm³ വോളിയം ഓഫ് സിലിണ്ടർ. ദെൻ വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ 1/3 πr²h, 1/3 π ഇൻറ്റു 4² ഇൻറ്റു 5. ദെൻ എത്രയാണ് കിട്ടുന്നത്? 80 π/3, 80 π/3. വോളിയം ഓഫ് കോണ് കിട്ടുന്നത് 80 π/3. ദെൻ വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് സിലിണ്ടർ 2880 π ഡിവൈഡഡ് ബൈ 80 π/3 ഡിവൈഡ് ചെയ്യുക. ദെൻ 2880 π ഇൻറ്റു 3/80 π റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കട്ട് ചെയ്തു. π 0 0, 8 കൊണ്ട് കട്ട് ചെയ്താൽ 324, ബാലൻസ് 448 6. ദെൻ മൾട്ടിപ്ലൈ ചെയ്താൽ 108 കോൺസിനെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ വോളിയം ഓഫ് സിലിണ്ടർ കണ്ടുപിടിച്ചു, വോളിയം ഓഫ് കോണ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ആ വോളിയം ഓഫ് സിലിണ്ടർ അതിനെ മെൽറ്റ് ചെയ്തിട്ടാണല്ലോ ചെറിയ കോണ് ഫോം ചെയ്യേണ്ടത്. എത്ര കോൺസ് ഫോം ചെയ്യാം? 108 കോൺസ് ഉണ്ടാക്കാൻ പറ്റും. ഒരു മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് വരുമ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, അത് ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. വോളിയംസ് ആണ് അതിൽ കൂടുതലായിട്ട് വരേണ്ടത്. അടുത്തത്, ദി ബേസ് റേഡിയസ് ഓഫ് എ സിലിണ്ട്രിക്കൽ ബ്ലോക്ക് ഓഫ് വുഡ് ഈസ് 15 cm and its height is 40 cm. What is the volume of largest cone that can be carved out from this largest cone? അപ്പോൾ ഒരു സിലിണ്ടറിൽ നിന്ന് എന്തെടുക്കണം? ഒരു കോണിനെ ഉണ്ടാക്കിയെടുക്കണം, ചെത്തിയെടുക്കണം. ഒരു സിലിണ്ടറിൽ നിന്ന് ഒരു കോണിനെ ചെത്തിയെടുക്കുക. ഇതാ കോണിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ് തന്നെ ലാർജസ്റ്റ് വരുമ്പോൾ 40. ദെൻ റേഡിയസ് എത്രയാണ് വരുന്നത്? 15 ആണ്. സിലിണ്ടറിൻ്റെ അതേ റേഡിയസ് തന്നെ എടുക്കേണ്ടത് കോണിനും 15, കാരണം ലാർജസ്റ്റ് കോണല്ലേ കാർവ്ഡ് ചെയ്യുന്നത്, അപ്പം ഹൈറ്റ് കുറയാൻ പാടില്ല. ദെൻ വോളിയം ഓഫ് കോണ് 1/3 πr²h, 1/3 π ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 40. 3ഉം 15ഉം കട്ട് ചെയ്ത് 5.
5 × 40 200, 200 × 15 എത്രയാണ് 3000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടി. 3000 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ആവശ്യമുള്ളിടത്തിൽ പൈ കൊടുക്കാം. ഇൻറ്റു 3.14 ഓഗസ്റ്റിൽ പറയുമ്പോൾ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ പറയുന്നിരിക്കുന്നത് സിലിണ്ടറിൽ നിന്ന് ഒരു കോണിനെ പുറത്തെടുക്കണം. അപ്പോൾ സിലിണ്ടറിൽ നിന്ന് കോണിനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ എന്ത് കിട്ടി? കർവ്ഡ് ഔട്ട് ചെയ്തു. കർവ്ഡ് ഔട്ട് ചെയ്തപ്പോൾ റേഡിയസ് ആൻഡ് ഹൈറ്റ് സെയിം ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റിലേഷൻ. ഇതാകെ കോണും റേഡിയസും സർഫസ് ഏരിയയും വോളിയും ഇതൊക്കെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കുക. അടുത്തത് ഹാർഡ് വർക്ക് ചെയ്യണേ. ഹാർഡ് വർക്ക് ചെയ്യാണ്ട് ഒരു ഐഡിയ ഇല്ല കേട്ടോ. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 288 degree is cut out from a circle of radius 25 centimeter and it is rolled up into a cone. Sub question A, what is the base radius? Sub question B, what is the height of the cone? Sub question C, find the curved surface area. D, find the total surface area. E, find the volume of the cone. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഒരു സെക്ടറിനെ റോൾ ചെയ്ത് കോൺ ഉണ്ടാക്കണം. സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 288 ഡിഗ്രിയാണ്. റേഡിയസ് ഓഫ് സെക്ടർ 25 ആണ്. അപ്പോൾ നമുക്കറിയാം റേഡിയസ് ഓഫ് ദി സെക്ടർ ബിക്കം സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. സ്ലാൻഡ് ഹൈറ്റ് ആയിട്ട് മാറുന്നു. ദെൻ റേഡിയസ് ഓഫ് കോൺ കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ റിലേഷൻ? x/360 = r/l. 288/360 r/l 25. Radius of the sector becomes slant height of the cone. Radius of the sector becomes slant height of the cone. R കാൽക്കുലേറ്റ് ചെയ്യണം. R = 288 × 25/360. 25 5 കൊണ്ട് കട്ട് ചെയ്ത് ഇവിടെ 72. 72 28 കട്ട് ചെയ്ത 4. 5 4s are 20 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോൾ റേഡിയസ് ഓഫ് ദി കോൺ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയസ് = 20 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഹൈറ്റ് ഓഫ് ദി കോൺ. ഹൈറ്റ് അല്ലേ കണ്ടത്? h = √L² - R². 25² - 20². √625 - 400. √225. h = എത്ര കിട്ടി? 15 സെൻറ്റിമീറ്റർ. 15 സെൻറ്റിമീറ്റർ അതും കിട്ടി. ഹൈറ്റ് ഓഫ് ദി കോൺ കിട്ടി. ദെൻ നെക്സ്റ്റ് ഫൈൻഡ് ദി കേർവ്ഡ് സർഫസ് ഏരിയ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്താ? πRL. π × 20 × 25. 500 π എന്ന് കിട്ടും. 500 π സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്തെന്താ ചോദിച്ചത്? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് കോൺ എന്താ മക്കളെ? πr² + πRL ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എന്തെഴുതാം? πr × r+l എന്ന് എഴുതാം. πr² എന്ന് പറഞ്ഞാൽ ബേസ് സർക്കിളിൻ്റെ ഏരിയ. πRL കേർവ്ഡ് സർഫസ്. ദെൻ π × 20 × 20 + 25. ദെൻ π × 20 × 45. 900 π സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേർവ്ഡ് സർഫസ്, ടോട്ടൽ സർഫസ് ഏരിയ. വോളിയം 1/3 πr²h. 1/3 π × റേഡിയസ് 20² × h എത്ര കിട്ടി? h നമുക്ക് നേരത്തെ കിട്ടിയിരിക്കുന്നത് എത്രയാ? 15 ആണ്. 15ഉം 3ഉം കട്ട് ചെയ്ത് 5. 20² 400 × 5 2000 π സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനെ വെച്ചിട്ട് 5 ക്വസ്റ്റ്യൻ 5 പ്രോബ്ലംസ് ഇതിൽ കറക്റ്റ് ചെയ്തു അല്ലേ? സെക്ടർ റോൾഡ് അപ്പ് ടു മേക്ക് എ കോൺ. Sector rolled up to make a cone.
റേഡിയസ് ഓഫ് ദി സെക്ടർ ബിക്കം സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ, ആർക്ക് ലെങ്ത് ഓഫ് ദി സെക്ടർ ബിക്കം പെരിമീറ്റർ ഓഫ് ദി സർക്കിൾ കോൺ, പെരിമീറ്റർ ഓഫ് ദി കോൺ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലോ, വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കൂടി എഴുതി അവസാനിപ്പിക്കാം. എ സർക്കുലർ ഷീറ്റ് ഓഫ് റേഡിയസ് 18 centimeter is divided into 9 equal parts or equal sectors. Question A, find the measure of the central angle of the sector. ഓരോ central angle കണ്ടുപിടിക്കണം. Second, find the slant height of a cone which can be made by the sector. Slant height കണ്ടുപിടിക്കണം. അടുത്തത് find the lateral surface area of cone thus formed. അപ്പോൾ ഒരു സെക്ടർ 9 ഈക്വൽ പാർട്സ് ആക്കുകയാണ്. ആ സെക്ടറിൻ്റെ ആ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 18 ആണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 9 ഈക്വൽ പാർട്സ് ആക്കുമ്പോൾ 40 ഡിഗ്രിയാണ് ഈച്ച് സെക്ടറിന് വരുന്നത്. ദെൻ റേഡിയസ് ഓഫ് ദി സെക്ടർ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ ആണ്. ഈ സെക്ടർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു കോൺ ഫോം ചെയ്യണം. അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. എക്സ് ബൈ 360 is equal to r by l. 40 by 360 is equal to r by 18. റേഡിയസ് ഓഫ് ദി സെക്ടർ ഈക്വൽ ടു സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ ആണ്. 0 കട്ട് ചെയ്തു. 1 by 9 ഈക്വൽ ടു r by 18. 18 by 9 ഈക്വൽ ടു r. ദെൻ റേഡിയസ് ഈക്വൽ ടു 2 centimeter. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? റേഡിയസ് ആണ് കാണാൻ പറഞ്ഞത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെൻട്രൽ ആംഗിൾ കിട്ടി, എത്ര? 40 ഡിഗ്രി കിട്ടി. അടുത്ത റേഡിയസ് കിട്ടി, 2 centimeter കിട്ടി. ദെൻ അടുത്തത് കേർവ്ഡ് സർഫസ് ഏരിയ πRL, പൈ ഇൻറ്റു 2 ഇൻറ്റു 18, 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. πRL 36 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇവിടെ ശ്രദ്ധിക്കുക, ഫോർമുലാസൊക്കെ വളരെ വൃത്തിയായിട്ട് പഠിക്കുക, അതിൻ്റെ റിലേഷൻസ് പഠിക്കുക, അപ്ലൈ ചെയ്യേണ്ടത് പഠിക്കുക, സെക്ടർ കോണിൻ്റെ റിലേഷൻ എല്ലാം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഫുൾ ഫിറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ഫിറ്റും ഉണ്ടാവില്ല, എല്ലാ ഫിറ്റും പോയിട്ടുണ്ടാവും കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 216 ഡിഗ്രി ആൻഡ് റേഡിയസ് 25 centimeter has been rolled up to make a cone. Find the radius, height and volume of the cone. Find the radius, height and volume of the cone. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സെക്ടറിൻ്റെ സെൻട്രൽ ആംഗിൾ 216 ആണ്. റേഡിയസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 25 ആണ്. അപ്പോൾ നമുക്കറിയാം എക്സ് ബൈ 360 is equal to r by l. 216 by 360 is equal to r. റേഡിയസ് ഓഫ് ദി കോൺ ആണ്, സ്മോൾ r. l എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സെക്ടർ അഥവാ സ്ലാൻഡ് ഹൈറ്റ് 25. r ഇൻറ്റു 360 is equal to 25 ഇൻറ്റു 216. r is equal to 25 ഇൻറ്റു 216 ഡിവൈഡഡ് ബൈ 360. കട്ട് ചെയ്ത് പഠിക്കുക, മൾട്ടിപ്പിൾ ചെയ്ത് ഡിവൈഡ് ചെയ്യരുത്. 25 360 5 കൊണ്ട് കട്ട് ചെയ്യുക. 5 ഇവിടെ 72. 72 3 കൂടി ചെയ്താലാണ് 216. 3 5 3s are 15 centimeter. റേഡിയസ് ഈക്വൽ ടു 15 centimeter. ഓക്കെ, ഇനി എന്താ കാണാൻ പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ഓഫ് ദി കോൺ കണ്ടുപിടിച്ചതിന് ശേഷം എന്താ കാണേണ്ടത്? ഹൈറ്റ് കാണണം, വോളിയം കാണണം. h is equal to root of l square minus r square. l എന്ന് പറഞ്ഞാൽ ആരാണ്? 25 square minus 15 square. 625 minus 225. root 400. 20 ആണ് ഹൈറ്റ് കിട്ടുന്നത്. ഹൈറ്റ് എത്ര? 20. ദെൻ മക്കളെ വോളിയം 1/3 പൈ r സ്ക്വയർ h. 1/3 പൈ ഇൻറ്റു 15 ഇൻറ്റു 15 ഇൻറ്റു 20. കട്ട് ചെയ്ത 5 ഇൻറ്റു 20 100. 1500 പൈ സെൻറ്റിമീറ്റർ ക്യൂബ് വോളിയം.
ഓക്കെ, അപ്പോൾ ഒരുപടി കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു, വർക്കൗട്ട് ചെയ്തു, വൃത്തിയായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതി പഠിക്കണം എന്നുള്ളതാണ്. ഇനി അടുത്തൊരൊറ്റ ക്വസ്റ്റ്യനും കൂടി, ഒരു കോമ്പിനേഷൻ ഓഫ് സോളിഡ്സും കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കുക. എ ഹെമിസ്ഫിയർ ആൻഡ് എ കോൺ വിത്ത് റേഡിയൈ ആർ അറ്റാച്ച്ഡ് ടു ഗെറ്റ് എ സെയിം റേഡിയൈ ആണ്. എ ഹെമിസ്ഫിയർ ആൻഡ് എ കോൺ വിത്ത് സെയിം റേഡിയൈ ആർ അറ്റാച്ച്ഡ് ടു ഗെറ്റ് എ സോളിഡ് ആസ് ഗിവൺ ഇൻ ദി ഫിഗർ. Radius of the hemisphere 9, height of two solids together 21, total height 21. Question, find the height of the cone. Second, find the volume of the cone. Third, find the volume of the solid. നല്ലൊരു ക്വസ്റ്റ്യൻ ആട്ടോ. കോൺ എന്ന് പറയുമ്പം എല്ലാം പക്ക കോണല്ല, കോണുമായി റിലേറ്റഡ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കുക. എല്ലാം പഠിക്കണം. സ്ക്വയർ പിരമിഡും ഒക്കെ ശരിക്കും പഠിക്കണം. അതൊക്കെ നമ്മൾ ഫസ്റ്റ് റൗണ്ടിലൊക്കെ എത്രയോ ചെയ്തതാണ്, സ്ക്വയർ പിരമിഡും കേസുകളൊക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിഗറാണ്. ഇതാണ് ഫിഗർ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ ഹൈറ്റ് 21 ആണ്, റേഡിയസ് 9 ആണ്. അപ്പോൾ കോണിൻ്റെ ഹൈറ്റ് എത്ര വരിക? 21 മൈനസ് 9 എത്രയായിട്ട് മാറി? 12 ആയിട്ട് മാറി. കോണിൻ്റെ ഹൈറ്റ് 12. റേഡിയസ് ഓഫ് ദി കോൺ ആൻഡ് ഹെമിസ്ഫിയർ ഈക്വൽ ആണ്. ദെൻ 21 മൈനസ് 9 12 ആണ് ഹൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ കാണാൻ പറഞ്ഞാൽ, വോളിയം ഓഫ് കോണ് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 12. 12 3 കട്ട് ചെയ്ത് 4. 81 ഇൻറ്റു 4 324 പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ് വോളിയം ഓഫ് കോണ് കിട്ടുന്നത്. ഇനി വോളിയം ഓഫ് സോളിഡ് കാണണമെങ്കിൽ ഹെമിസ്ഫിയറിൻ്റെയും കൂടി കാണാം. 2/3 പൈ ആർ ക്യൂബ്. 2/3 പൈ ഇൻറ്റു 9 ഇൻറ്റു 9 ഇൻറ്റു 9 ദാറ്റ്സ് ഈക്വൽ ടു 3. 2 ഇൻറ്റു 3 6 ഇൻറ്റു 81 6 48 486 പൈ സെൻറ്റിമീറ്റർ ക്യൂബ്. ആരത്? ഹെമിസ്ഫിയറിൻ്റെ വോളിയം 2/3 പൈ ആർ ക്യൂബ്. ഇനി അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 324 പ്ലസ് 486 810 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. 810 പൈ ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ഓക്കെ, അപ്പോൾ വളരെ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സ്ഫിയർ പഠിച്ചു, ഹെമിസ്ഫിയർ പഠിച്ചു, കോണ് പഠിച്ചു, ക്യൂബിൻ്റെ പഠിച്ചു, സിലിണ്ടർ പഠിച്ചു. സ്ക്വയർ പിരമിഡിൻ്റെ പിന്നെ എല്ലാവർക്കും അറിയാം, ഫോർമുല ഒക്കെ അല്ല. സ്ക്വയർ പിരമിഡ് ബേസ് ഏരിയ എ സ്ക്വയർ, ലാറ്ററൽ സർഫസ് ഏരിയ 2AL, വോളിയം 1/3 A സ്ക്വയർ എച്ച്, ഇതൊക്കെ അറിയുന്നതാണ്. എല്ലാവരും ചെയ്തിട്ട് റിവിഷനിൽ പങ്കെടുക്കുക. നന്ദി, നമസ്കാരം.